എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ബോഡി ഷേമിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇത് ചെറുത്ത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പൊ എനിക്ക് മാത്രം എന്നുള്ളതല്ല, സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അല്ല, ഒരുപാട് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇപ്പൊ വണ്ണം കുറഞ്ഞാൽ ഇപ്പൊ ഞാനും ഒരുപാട് കേൾക്കുന്നത് എള്ളുണങ്ങുന്ന എണ്ണയ്ക്കാണെന്ന് വെക്കാം, അതിന്റെ കൂടെ കിടന്ന് ഈ ആട്ടുകാട്ട് ഉണങ്ങുന്ന എന്തിനാണ് മനസ്സിലാവുന്നത്? ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ ഏതെങ്കിലും ഒക്കെ ശരീരഭാഗങ്ങൾ വെച്ചിട്ട് കമന്റ് പറയുകയും എന്താ പറയാ ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു യൂഷ്വൽ ഒരു കാര്യമായി മാറി. പറയാം, നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതെ, പുറത്തിരുന്ന് ചെവി അടിക്കാനുള്ള യുവമാരുടെ ഒക്കെ പണി. അതൊരു എന്താ പറയാ ആ ഒരു പ്രവണത തന്നെ സൊസൈറ്റിയിൽ നിന്ന് മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. എന്താ പറയാ സെലിബ്രിറ്റീസിന്റെ ടാറ്റു എല്ലാവരും ആഘോഷമാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അണിയറോ സ്റ്റേജിന്റെ ടാറ്റുവിനെ പറ്റിയിട്ടും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. സന്തോഷേ, കുറച്ചൊക്കെ ഫാന്റസി എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. ഇനി അങ്ങനെ ഒരു ടാറ്റു അടിക്കാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ടാറ്റു ഞാൻ ചുമ്മാ ഒരു രസത്തിന് ചെയ്തതാണത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എത്ര ടാറ്റു ഉണ്ട് ഇപ്പൊ? 2 ടാറ്റു. മേ ബി ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവനെ മാസ്റ്റർ ഡിഗ്രി എടുത്തവനാ. Yeah.